അടൂർ പ്രകാശിനെ എന്തിനാണ് കൊണ്ടുപോയത്? സോണിയാഗാന്ധിക്ക് അടൂർ പ്രകാശിനെ പരിചയപ്പെടുത്തി കൊടുക്കാനോ? കേരളത്തിലെ UDF കൺവീനറെ സോണിയാഗാന്ധിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇടനിലക്കാരനായി പോറ്റി പ്രവർത്തിച്ചു എന്നല്ലേ അടൂർ പ്രകാശ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ശരി, അടൂർ പ്രകാശ് MP പറഞ്ഞത് മുഖ്യമന്ത്രി പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയ ആഗസ്റ്റ് 20 ചടങ്ങിന് ശേഷമാണ് അടൂർ പ്രകാശ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയത്. അപ്പോൾ ഈ കൊല്ലം ആഗസ്റ്റ് 20 മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് താഴെ ഔദ്യോഗികമായൊരു ചടങ്ങ് നടന്നത്. അത് ഭീമ ഗോൾഡ് എന്നൊരു സ്ഥാപനം. ആ സ്ഥാപനം സന്ദീപ് വാര്യർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. നമ്മുടെ പഴയ സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ കോൺസുലേറ്റിനകത്ത് ചില ആളുകളുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വന്നതോടുകൂടി സ്വർണ്ണക്കടത്തിൻ്റെ അന്വേഷണമൊക്കെ അവിടെ നിന്ന് കേട്ടോ. പിന്നെ സ്വർണം പോയ വഴി കണ്ടില്ല. അപ്പോൾ ഭീമ ഗോൾഡ് എന്ന് പറയുന്നൊരു സ്ഥാപനം അവർ ഒരു ശബരിമലയുടെ ഉപയോഗത്തിനായിട്ട് കയറ്റം കയറാൻ കഴിയുന്ന ഒരു ജീപ്പ് അവിടുത്തെ ഭക്തജനങ്ങൾക്ക് വേണ്ടി നൽകാൻ തീരുമാനിച്ചു. അത് കേരള പോലീസിൻ്റെ സഹായത്തിനാണ്, റെസ്ക്യൂ ഫോഴ്സിന് ഉപയോഗിക്കാനാണ്. നല്ല ജീപ്പാണ്. അതിന് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് അപേക്ഷ കൊടുക്കുന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ അപേക്ഷ അംഗീകരിച്ച ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. മാധുവിന് സംശയമുണ്ട്, ഇപ്പം ഞാൻ തരാം. 2, ആ ഉത്തരവിനകത്തോ ആ നോട്ടീസിനകത്തോ പോറ്റിയുടെ പേരില്ല. 3, മുഖ്യമന്ത്രി അവിടെ വരുമ്പോൾ മുഖ്യമന്ത്രിയെ അവിടെ പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കുന്ന പോറ്റിയല്ല. അത് ഭീമ ഗോൾഡുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. അത് കഴിഞ്ഞ് താക്കോൽ കൊടുക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം ഫോട്ടോ കൊടുക്കാൻ കൂടെ വന്നു എന്നുള്ള സത്യമാണ്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട്. ഈ വ്യക്തിയുമായി മുഖ്യമന്ത്രി സംസാരിക്കുന്നതായി പോലും ആ വീഡിയോയിലില്ല. അവസാനം ചടങ്ങ് കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരിഞ്ഞു നടക്കുമ്പോൾ വഴി മാറുക എന്ന തരത്തിലാണ് ആ ഘട്ടത്തിൽ കണ്ടത്. അപ്പോഴാണ് സെക്രട്ടേറിയറ്റ് നടയിലെ ആ ചിത്രത്തെ തൊട്ടപ്പുറേ മരം നിൽക്കുന്നു, ആ മരം നിൽക്കുന്ന ചിത്രങ്ങളുമായി ചേർത്ത് ഒരു വ്യാജ വീഡിയോ ഇപ്പോൾ ഉണ്ടായതും ആ AI വീഡിയോയിൽ പിടിവീണ്ടിരിക്കുന്നതും. കോൺഗ്രസ്സിന് പുതുതായിട്ടല്ല AI വീഡിയോ വേണ്ടി വരുന്നത്, നിർബന്ധ ബുദ്ധി വേണ്ടി വരുന്നത്. എന്താ കാരണം? മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണം നടന്നപ്പോൾ EP ജയരാജൻ്റെ ഭാര്യയുടെ തല വെട്ടിയിട്ട് വേണമായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഒരു പ്രതിയുടെ സ്ഥാനം ക്ലിഫ് ഹൗസിലുണ്ട് എന്ന വ്യാജ ആരോപണം ഉന്നയിക്കാൻ. ഇത് ഒരാവർത്തനമായിട്ട് തന്നെ കണ്ടാൽ മതി. ഞങ്ങളിതൊന്നും പതറുന്നതല്ല. അടൂർ പ്രകാശിൻ്റെ വാദമനുസരിച്ച് 2025 ഒക്ടോബർ ആഗസ്റ്റ് 20 ശേഷമാണ് ഈ കൂടിക്കാഴ്ച. അപ്പോൾ ചോദ്യം എന്താണ്? മുഖ്യമന്ത്രിയെ കണ്ട ശേഷം സോണിയാഗാന്ധിയുടെ അടുത്ത് ഈ പോറ്റിയുമായി അടൂർ പ്രകാശ് പോയി. അടൂർ പ്രകാശിൻ്റെ വാദം അടൂർ പ്രകാശിന് പാസ് എടുത്ത് കൊടുത്ത പോറ്റിയാണ്. പോറ്റി എന്നെ വിളിച്ചു, ഞാൻ പോയി. അപ്പോൾ പാസോ അത് പോറ്റിക്ക് വേറെ ആരോ എടുത്തു കൊടുത്തു. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റിക്ക് എങ്ങനെ പാസ് കൊടുക്കാനായി? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അടൂർ പ്രകാശിൻ്റെ ഇന്നലത്തെ വാദങ്ങളിലൂടെ കോൺഗ്രസ് വ്യക്തമാക്കിയത് എന്താണ്? പ്രയാർ ഗോപാലകൃഷ്ണനും സോണിയാഗാന്ധിയായിട്ടുള്ള ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആൻ്റണി അതിലുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചത് 2022 ശബരിമലയിൽ അദ്ദേഹം ശബരിമലയുടെ ചുമതലയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഈ പോറ്റിയെയും ഗോവർദ്ധനെയും അദ്ദേഹം ശബരിമലയിൽ തന്നെ വിളിച്ചൊരു ചടങ്ങിൽ ഇരുത്തുന്ന പടം ഞങ്ങളുടെ കയ്യിലുണ്ട്, പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. അപ്പോൾ 2014 പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലം മുതലെങ്കിലും പോറ്റി അവിടെയുണ്ട്, ഗോവർദ്ധൻ അവിടെയുണ്ട്. ഈ പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധിക്ക് ഉപഹാരം കൊടുക്കുന്നു. എന്തുപഹാരം? കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു. എന്ത് കെട്ടിക്കൊടുത്തു? എന്താവശ്യത്തിനാണ് ഈ കള്ളന്മാരുമായിട്ട് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഇവരെ ക്ഷണിച്ചത്? കോൺഗ്രസിൻ്റെ MP-മാർക്ക് എന്ത് കാരണത്താലാണ് ഇയാളുടെ കീഴിൽ, ഈ പോറ്റിയുടെ കീഴിൽ അവിടെ സന്ദർശനം വേണ്ടി വന്നത്? അടൂർ പ്രകാശിനെ എന്തിനാണ് കൊണ്ടുപോയത്? സോണിയാഗാന്ധിക്ക് അടൂർ പ്രകാശിനെ പരിചയപ്പെടുത്തി കൊടുക്കാനോ? കേരളത്തിലെ UDF കൺവീനറെ സോണിയാഗാന്ധിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇടനിലക്കാരനായി പോറ്റി പ്രവർത്തിച്ചു എന്നല്ലേ അടൂർ പ്രകാശ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ശരി, നമുക്ക് ചോദിക്കാം. നമ്മൾ പറയുകയാണ് ദുർബലമായ വാദമാണ്. എന്ത് ദുർബലമായ ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. എനിക്ക് ബന്ധപ്പെട്ട് നിങ്ങൾ പരിശോധിക്കാം. ഒരു മിനിറ്റ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, അതായത് ശരി, സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ സന്ദീപ് വാര്യരോട് ചോദിക്കുന്നത് അങ്ങ് കേട്ടുവല്ലോ, അങ്ങും അതിൽ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇത് നോക്കൂ, എണ്ണിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന അത്ര ആളുകൾ മാത്രമേ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഈ നോർത്ത് ഗേറ്റിന് സമീപത്തുള്ള ഈ ഫംഗ്ഷനിൽ നടന്നിട്ടുള്ളൂ, നോർത്ത് ബ്ലോക്കിന് മുന്നിലുള്ള ഈ ഫംഗ്ഷനിൽ ഉള്ളൂ. എണ്ണിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ആളുകൾ മാത്രമേ അവിടെയുള്ളൂ. പോലീസിന്റെ ഉന്നത മേധാവികളുണ്ട്, മുഖ്യമന്ത്രി അടക്കമുള്ളവരുണ്ട്, ഇവരൊക്കെ ഭീമയുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്,
അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് വന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടുത്തെ റോൾ എന്താണ്? ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു പബ്ലിക് മീറ്റിംഗ് നടക്കുകയാണെന്ന് വിചാരിച്ചു, വലിയ പബ്ലിക് മീറ്റിംഗ്, എന്നാൽ പോലും അവിടെ ക്ഷണിക്കപ്പെടുന്ന അതിഥികൾ ആരാണ് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർക്ക് റിപ്പോർട്ട് വേണം, അവരത് അന്വേഷിക്കും. ഇതിപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് വരുമ്പോൾ ഇദ്ദേഹം സ്പോൺസർ അല്ല, ഭീമയാണ് കൊടുക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞല്ലോ, അതിന് റിക്വസ്റ്റ് കൊടുത്ത ആളല്ല, അത് മട്ടന്നൂരാണ് എന്നങ്ങ് പറഞ്ഞല്ലോ. ആരാണ് പോറ്റി? പോറ്റി എന്തിനാണ് അവിടെ വന്നത്? അല്ല, ഞാൻ പറയുന്നത് പോലീസിന്റെ DGP രവത ചന്ദ്രശേഖർ, ADGP ശ്രീജിത്ത്, അവരുടെയൊക്കെ പേരാ നോട്ടീസിലുണ്ട് കേട്ടോ. ഭീമ ഗോൾഡിന്റെ ചുമതലക്കാരല്ലാതെ മട്ടന്നൂർ ശങ്കരൻകുട്ടിയോടല്ലാതെ ആരോടെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വർത്താനം പറയുന്നത് നിങ്ങൾ കണ്ടോ? അങ്ങനെ ആരോപണം എനിക്കില്ല. ഞാൻ ആ ദൃശ്യം ശരിക്കും നോക്കിയതാ, 2 തവണ 3 തവണ നോക്കി. അല്ല, അങ്ങനെ ആരോപണം എനിക്കില്ല. സമയത്ത് കൈയെടുത്ത് കൂപ്പുന്നുണ്ട്. ഒരു കള്ളന്റെ പൂർണ്ണ ശാരീരിക ബുദ്ധിയോടുകൂടി ആ വഴിയിലേക്ക് അദ്ദേഹം മനഃപൂർവ്വം കടന്നിരുന്നുണ്ടൊക്കെയുണ്ട്. ഞാൻ ചോദിച്ചത് എന്താണ്? മിണ്ടിയോ തൊട്ടോ ഓമനിച്ചോ ഇതൊന്നുമല്ല. അത്രയും മാത്രം ക്ഷണിക്കപ്പെട്ട ആളുകൾ, അതും VVIP കളുള്ള ഇടത്തേക്ക് ഏത് അഡ്രസ്സിൽ അദ്ദേഹം കടന്നിരുന്നുള്ളതാണ്. അതെ, അവിടെയാണ് വിശദീകരിക്കേണ്ട. ഭീമ ഗോൾഡാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണ തട്ടിപ്പുകാരനാണ്. അദ്ദേഹത്തിന്റെ കൂടെ സോണിയാഗാന്ധിയുടെ മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സ്വർണ്ണ ജുവലറിക്കാരനാണ്. ശബരിമല സ്വർണം കൊള്ള ചെയ്ത് കൊണ്ടുപോയ സ്വർണ്ണക്കട തുടങ്ങിയ ആളാണ്. തന്ത്രി ഉദ്ഘാടനം ചെയ്ത കട അദ്ദേഹത്തിന്റെ കടയാണ്. ഗോവർദ്ധൻ, ആ ഗോവർദ്ധൻ അടക്കമുള്ള ആളുകളുമായിട്ട് സ്വർണ്ണ ഇടപാട് നടത്തുന്ന ആളായിരിക്കും പോറ്റി, ഞങ്ങൾക്കറിയില്ല. ഭീമ ജുവലറിക്കാരെ ഒരു തരുന്നു. ഈ താക്കോൽ ആരുടെ കയ്യിലായിരുന്നു? അടയാള താക്കോല്, ഈ ഫോട്ടോ എടുക്കാനുള്ള താക്കോൽ, അത് പോറ്റിയുടെയിലായിരുന്നു. അതിനർത്ഥം എന്താണ്? ഭീമ ജുവലറിയുടെ പ്രകൃതികൾ കൊണ്ടുവന്ന ആളുകളാണ്. ഒരു വനിതയെ അവിടെ കാണുന്നുണ്ട്, ഈ വ്യക്തിയെ അവിടെ കാണുന്നുണ്ട്. താക്കോൽ അവരാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് ഔദ്യോഗികമായി ലഭിച്ച വിശദീകരണമാണോ? കാരണം ഇതുമായി ബന്ധപ്പെട്ട് CMOയിൽ നിന്ന് വന്ന വിവരത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ അങ്ങ് മുതിർന്ന നേതാവാണ്, അങ്ങ് പറയുന്ന അത് ഞാൻ ഔദ്യോഗികമായി എടുക്കുകയാണേ. അതായത് ഇപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ, എല്ലാവരുടെയും കയ്യിലുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ അവിടെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരെ പ്രതിനിധീകരിച്ച് വരുന്നു എന്നുള്ളത് CMO നേരിട്ടാണ് മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത്. അവിടെ ഭീമ ഗോൾഡിന്റെ പ്രതിനിധി എന്ന നിലയ്ക്കുണ്ടോ? നല്ലൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഭീമ ഗോൾഡ് പോലൊരു സ്ഥാപനം ഒരു നല്ല ഒരു ജീപ്പ് ശബരിമലയ്ക്ക് വേണ്ടി നൽകാൻ പോകുമ്പോൾ പോലീസ് അത് ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ അവർ കൊണ്ടുവരുന്ന ആളുകൾ ആരാന്നുള്ളത് പോലീസ് നോക്കിയല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ ആ ദൃശ്യങ്ങൾ കൊണ്ട് കണ്ടു. ഈ കൈമാറുന്ന താക്കോല് പോറ്റിയിടയിലായിരുന്നു. വേറൊരു വനിതയും കൂടെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? അവർ അതിവിടെ കൊണ്ടുവന്നു, അത് മുഖ്യമന്ത്രി ഏറ്റുവാങ്ങി രവത ചന്ദ്രശേഖറിന് കൈമാറി. 3 മിനിറ്റ് എടുത്തിട്ടുണ്ടാവില്ല, അല്ലെ 2.5 മിനിറ്റ് എടുത്തിട്ടുണ്ടാവില്ല. ഇതാണ് ഉണ്ടായിട്ടുള്ള കാര്യം. ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ ഭീമയാണ് അത് സ്പോൺസർ ചെയ്തത്, അത് മട്ടന്നൂരിന്റെ ആവശ്യപ്രകാരമാണ് എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ പോറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്. ഇപ്പോൾ ആ സ്പോൺസർഷിപ്പിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെയും എത്തിയത് എന്നാണ് പറയുമ്പോൾ ഞാൻ ആ ചോദ്യം പറയും. ഞങ്ങളുടെ ഭാഗം ഒരു വാക്കൂടെ പറയാനുണ്ട്. അതായത് ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ 1 നിയമം, 2 രാഷ്ട്രീയം. നിയമം എന്താണ്? ഇപ്പം പിടിച്ചിരിക്കുന്ന പ്രതികൾ യഥാർത്ഥ പ്രതികളാണോ? ഭണ്ഡാരി യഥാർത്ഥ പ്രതിയാണോ? ഭണ്ഡാരി സ്വർണ്ണം ഊറ്റിയും സമ്മതിച്ചു. 2, ഈ ഗോവർദ്ധൻ സ്വർണം വാങ്ങിച്ചു എന്ന് സമ്മതിച്ചു. അപ്പോൾ അവർ കള്ളന്മാരാണെന്ന് തെളിഞ്ഞു. അപ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ വാദം? ഇപ്പം അവിടെ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ യഥാർത്ഥമല്ല. ഭണ്ഡാരി സ്വർണ്ണം ഊറ്റിയ പിന്നെ അതവിടെ ഇരിക്കുമോ? ഗോവർദ്ധൻ സ്വർണം ഊറ്റിയെടുത്ത പിന്നെ അതവിടെ ഇരിക്കുമോ? അപ്പോൾ എന്താണ്? അന്താരാഷ്ട്ര വിപണിയിൽ ഇത് ആരോ വിറ്റിട്ടുണ്ട്. എന്തിനാ ഈ വാദം ഉന്നയിക്കുന്നത്? ഗോവർദ്ധനെ സഹായിക്കാനാണ്, പോറ്റിയെ സഹായിക്കാനാണ്. അന്വേഷണത്തെ കോൺഗ്രസ് പാർട്ടി വെല്ലുവിളിക്കുന്നത് എന്തിനാ? നമുക്ക് അതിലേക്ക് വരാം. ഈ കാര്യം പെട്ടെന്ന് അല്ലല്ല, ഒരു വാക്കുകൂടെ, ഒറ്റ വാക്ക് പറഞ്ഞാൽ എനിക്ക് അവസാനിപ്പിക്കാം. ഒറ്റ വാക്ക് മതി, എന്നെ അനുവദിക്കൂ. എത്ര ഉള്ളു പേര്? പോറ്റിയെ കയറ്റിയത് ആരപ്പ? ഇതാണ് ചോദ്യം. അയ്യപ്പൻ്റെ മറുപടി എന്താണ്? അയ്യപ്പൻ്റെ മറുപടി ആരാണ്? പോറ്റിയെ കയറ്റിയത് ആരപ്പ? അപ്പം എന്താണ്? പ്രയാറ് ഗോപാലകൃഷ്ണനാണപ്പ. കാരണം എന്താണ്? മാതൃഭൂമി കണ്ടെത്തിയത് 2009 മുതൽ ഭണ്ഡാരി ഇവിടെ ഉണ്ട്. അല്ലല്ല, പറയട്ടെ. അത് തന്നെയല്ലേ ചോദ്യം. ശബരിമല സന്നിധാനത്ത് പോറ്റി നിൽക്കുന്ന ചിത്രം ഞാൻ കാണിച്ചു തരാം. ആരോടൊപ്പം? അജയ് തറയിലിനോടൊപ്പം, പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പം, പ്രത്യേക ദർശനത്തിൽ. വേണ്ട, അവിടുത്തെ കൊടിമര പൂജയിൽ പോറ്റിക്കുന്ന കാര്യം ഞാനിപ്പോൾ മാധുവിന് ഇട്ടുതരാം ചോദ്യം.
കോൺഗ്രസ് മറുപടി പറയണം. കൊടിമര പൂജയിൽ പോറ്റിക്ക് എന്ത് കാര്യം? ഏത് കാലഘട്ടത്തിൽ? പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പറഞ്ഞ ചിത്രത്തിന് നമ്മുടെ നാട്ടിൽ പ്രാമുഖ്യം വന്നത് പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്. ആ പോറ്റിയെ ശരി, അടുത്ത അനിൽകുമാർ ഞാൻ ഇടപെടുകയാണ്. ഞങ്ങൾ ഇറക്കി വിട്ടില്ല. ഓക്കെ, ശരി, അതിന് ഞങ്ങൾ ജയിലിൽ കിടക്കുക. ഓക്കെ, ഞങ്ങൾ ജയിലിൽ കിടക്കുകയാണ്. അതിന് പലപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ശരി ശരി ശരി, ഞാൻ ഞാൻ മറ്റൊന്നിലേക്ക് പോട്ടെ. ശരി ശരി, ബഹുമാനക്കുറവായി പോകും, അത് ദീർഘമാണ്. ഞാൻ മറ്റുള്ളവരിലേക്ക് പോട്ടെ. കേറ്റവൻ ജയിലിൽ പോകണ്ടേ? ശരി, കേറ്റവൻ ജയിലിൽ പോകണ്ടേ? മാധു കേറ്റവൻ ജയിലിൽ പോകണ്ടേ? ഉറപ്പായും കേറ്റവരെ ജയിലിൽ അടക്കണ്ടേ? ഉറപ്പായും